പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി വന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് ഈ പ്രഭാതത്തിൽ നമ്മളെ തേടി വരുന്നത്. അമേരിക്കൻ സമാധാന കരാറിന് ഇറാൻ നൽകിയ മറുപടി തങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് തുറന്നടിച്ചു. ഹോർമൂസിലെ പരമാധികാരത്തിൽ ഇനി വിട്ടുവീഴ്ചയില്ല. ട്രംപിന്റെ അത്യാഗ്രഹത്തിന് കീഴടങ്ങില്ലെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ ഇറാന്റെ ആക്രമണം തുടരുന്നു എന്നുള്ളതും നമ്മളെ ആശങ്കപ്പെടുന്ന വാർത്തയാണ്. UAE-യിൽ ഇന്നു മുതൽ ക്ലാസ് റൂം പഠനം പുനരാരംഭിക്കും. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കരയും ദുബായിൽ നിന്ന് മുഹമ്മദ് റഹീസും തത്സമയം ചേരുകയാണ്. അതുപോലെ ബൽറാം നെടുങ്ങാടി കൂടി ചേരും. കാരണം കോവിഡ് കാലത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ചില നിയന്ത്രണങ്ങൾ വേണ്ടിവരുമെന്ന് ബംഗളൂരിൽ ഇന്നലെ പ്രധാനമന്ത്രി ഓർമ്മിപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ബൽറാം നെടുങ്ങാടി കൂടി നമുക്കൊപ്പം ചേരും. ആദ്യം മധു കൊട്ടാരക്കരയിലേക്ക്. മധു, ഗുഡ് മോർണിംഗ്. മധു, ശരിക്കും അമേരിക്കൻ പ്രസിഡന്റ് പ്രതീക്ഷ പോലെയുള്ള ഒരു മറുപടി ഇറാനിൽ നിന്ന് ലഭിച്ചില്ല. മാത്രമല്ല ഇറാൻ കുറച്ചുകൂടി കരുത്താർജിക്കുന്ന പോലെയുണ്ട്. നമുക്ക് ആ മറുപടി കേട്ടാൽ. ഗുഡ് മോർണിംഗ്, എന്താണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് എസ്കെൻ. പാകിസ്ഥാൻ മുഖേനയാണ് ഇറാൻ തങ്ങളുടെ മറുപടി അമേരിക്കയ്ക്ക് കൈമാറിയത്. എന്നാൽ ഈ മറുപടി ലഭിച്ച നിമിഷങ്ങൾക്കകം സോഷ്യൽ മീഡിയയിലൂടെ ഡൊണാൾഡ് ട്രംപ് തന്റെ വിയോജിപ്പ് വ്യക്തമാക്കി. 50 വർഷമായി ഇറാൻ അമേരിക്കയോട് കളിക്കുകയാണെന്നും എന്നാൽ ഇനി അവർ ചിരിക്കില്ലെന്നുമാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. അതേസമയം ഡൊണാൾഡ് ട്രംപിന്റെ മറുപടിയുമായി ഇറാൻ വരികയും ചെയ്തു. ഡൊണാൾഡ് ട്രംപിന്റെ അത്യാഗ്രഹത്തിന് ഇറാൻ കീഴടങ്ങുക എന്നൊരു അമേരിക്കൻ സ്ട്രാറ്റജിയായിരുന്നു ഇതിന്റെ പിന്നിൽ നിന്നാണ് ഇറാൻ പറയുന്നത്. ഇറാന്റെ പ്രധാന നിലപാടുകൾ യുദ്ധം മൂലമുണ്ടായ നഷ്ടപരിഹാരം അമേരിക്ക നൽകണം, അതുപോലെ ഹോർമൂസ് കടലിടുക്കിന്റെ സമ്പൂർണ്ണ നിയന്ത്രണവും അതിന്റെ പരമാധികാരവും ഒക്കെ ഇറാന് വിട്ടു നൽകണം, അതുപോലെ അമേരിക്ക മരവിപ്പിച്ച ആസ്തികളെല്ലാം വിട്ടു നൽകണം. ഇത് അതേസമയം നയതന്ത്രത്തിനൊക്കെ നൽകാവുന്ന ഒരു അവസരമായിരുന്നു ഇതെന്നാണ് ഐക്യരാഷ്ട്രസഭയിൽ ഈ അമേരിക്കയുടെ അംബാസിഡർ മൈക്ക് വാട്സ് ഇന്ന് വ്യക്തമാക്കിയത്. സമാധാന നീക്കങ്ങൾ പരാജയപ്പെട്ടാൽ ഒരുപക്ഷെ സൈനിക നടപടികളിലേക്ക് അമേരിക്ക തിരിച്ചു പോകുമെന്നുള്ളൊരു സൂചനയും അദ്ദേഹം നൽകുന്നുണ്ട്. അതേസമയം ഡൊണാൾഡ് ട്രംപിന്റെ ചൈന സന്ദർശനം ഈ ആഴ്ചയിലാണ് നടക്കുന്നത്. 14-ാം തീയതിയാണ്. അതിനു മുമ്പ് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ലോകരാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ സമ്മർദ്ദമുണ്ട്. എന്നാൽ ഈ സന്ദർശനത്തിന് മുന്നോടിയായി ഇറാൻ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്തുവാൻ ട്രംപ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇറാന്റെ നിബന്ധനകൾ അത് അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറല്ല. അത് മാത്രമല്ല, ചൈനയുമായുള്ള വ്യാപാര ചർച്ചകളിൽ ഈ പശ്ചിമേഷ്യൻ വിഷയം ഒരു പക്ഷേ ഒരു പ്രധാന ഘടകമായിട്ട് ട്രംപ് ഒരു വിലപേശലിന് വേണ്ടി ഉപയോഗിച്ചേക്കുമെന്നുള്ളൊരു സൂചനയുണ്ട്. അതേസമയം ഇറാന്റെ പക്കല് അതിമാരകമായ യുറേനിയം ശേഖരം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്ത വാൾ സ്ട്രീറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ഡൈല്യൂട്ട് ചെയ്ത യുറേനിയം അവിടെ ഇറാനിൽ വെച്ചുകൊണ്ട് അതിന്റെ സുരക്ഷിതമായ ബാക്കിയുള്ള യുറേനിയം ഒരു 3ാം രാജ്യത്തേക്ക് മാറ്റുവാൻ ഇറാൻ തയ്യാറായിരിക്കുകയാണ്. അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പതിറ്റാണ്ടുകളായി തുടരുന്ന അമേരിക്ക ഇസ്രായേൽ പ്രതിരോധ ബന്ധത്തിൽ ഒരു വിപ്ലവകരമായ മാറ്റത്തിന് ഒരുങ്ങുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. നിലവിൽ പ്രതിവർഷം $3.8 ബില്യൺ അമേരിക്ക ഇസ്രായേലിന് വാർഷിക സഹായമായി നൽകുന്നത്. ഇത് പൂർണ്ണമായി നിർത്തലാക്കി ഇസ്രായേൽ ഒരു സ്വയം പര്യാപ്തത കൈവരിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് നെതന്യാഹു ട്രംപിനോട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഈ സഹായം വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ അമേരിക്കയുടെ സമ്മർദ്ദമില്ലാതെ അവർക്ക് സൈനിക തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. അത് മാത്രമല്ല, ഈ യുദ്ധത്തിനിടയിൽ ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചത് വൈറ്റ് ഹൗസിനെ ശരിക്കും അമ്പരപ്പിച്ചിരിക്കുകയാണ്. മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത് അമേരിക്കയിൽ നിന്ന്. യഥാർത്ഥത്തിൽ അമേരിക്കയുടെ സഹായം ഇനി ആവശ്യമില്ല. ഗൾഫ് നാടുകളുമായി കൂടുതൽ ബന്ധങ്ങൾ സ്ഥാപിക്കും. 10 കൊല്ലത്തിനുള്ളിൽ അമേരിക്കയുടെ സൈനിക സഹായം നിർത്തിവെക്കും എന്നുള്ള രീതിയിൽ ഇസ്രയേലിൻ്റെ മറുപടി വരുന്നു. അമേരിക്ക ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിനിടയിൽ ഇത്തരമൊരു തീരുമാനം വന്നതാണ് അമേരിക്കൻ പ്രസിഡന്റ് വലിയ തിരിച്ചടിയായിരിക്കുന്നത്. മാത്രമല്ല, ഇടയ്ക്കിടെ ട്രംപ് അഭിപ്രായങ്ങൾ മാറ്റുകയും യുദ്ധത്തിൽ ഇസ്രയേലിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഇടപെടുകയും ചെയ്യുന്നതാണ് ഇസ്രയേലിനെ പ്രകോപിച്ചെന്ന് കരുതുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.